നമസ്കാരം, ഞാൻ ജൂലിയസ് പീറ്റർ. 44ാമത് ഷാർജ ഇന്റർനാഷണൽ പുസ്തകോത്സവത്തിൽ ഞാൻ ചിട്ടപ്പെടുത്തിയ വിശുദ്ധ ഗീവർഗീസ് എന്ന പുസ്തകത്തിൻ്റെ 2ാമത് എഡിഷനും അതിൻ്റെ ലോഞ്ചിങ്ങും വിശുദ്ധ ഗീവർഗീസ് എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള വായന, അനുഭവം, പഠനം, ആസ്വാദനം എന്നിവ ചർച്ച ചെയ്യപ്പെടുന്നു. 2025 നവംബർ 13 വൈകുന്നേരം 5 മണിക്ക് എക്സ്പോ സെന്ററിൽ ഹാൾ നമ്പർ 7 റൈറ്റേഴ്സ് ഫോറത്തിൽ ഈ പുസ്തകത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോൾ അതിൽ വിശിഷ്ട സാന്നിധ്യമായി എത്തുന്ന ഒരു മഹത് വ്യക്തിത്വമാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ശ്രീ ഐസക് ജോൺ പട്ടാണിപ്പറമ്പ്. ബഹുമുഖ പ്രതിഭ. 45 വർഷത്തോളം മിഡിൽ ഈസ്റ്റിലെ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിത്വം. സീനിയർ മോസ്റ്റ് ജേർണലിസ്റ്റ്. നെൽസൺ മണ്ടേല, ബിൽ ക്ലിന്റൺ, നരേന്ദ്രമോദി, പ്രതിഭ പട്ടേൽ, അബ്ദുൽ കലാം തുടങ്ങി മഹാപ്രതിഭകളെ ഇന്റർവ്യൂ ചെയ്ത വ്യക്തിത്വമാണ് ശ്രീ ഐസക് ജോൺ പട്ടാണിപ്പറമ്പ്. ഗൾഫ് ന്യൂസിൽ തുടങ്ങി ഖലീൽ ടൈംസിന്റെ മാനേജിംഗ് എഡിറ്ററായി ഇപ്പോൾ അദ്ദേഹം സേവനം ചെയ്യുന്നു. 15,000-ലധികം വരുന്ന ധാരാളം ലേഖനങ്ങൾ പ്രധാനമായും ഇംഗ്ലീഷിൽ, മലയാളത്തിലും അദ്ദേഹം ഇതിനോടകം തന്നെ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ലോക കേരള സഭാ അംഗം. ആദ്യത്തെ 3 ടേം 6 വർഷം അതിൻ്റെ അംഗമായിരുന്നു. ഈ ബഹുമുഖ പ്രതിഭയാണ് ഞാൻ ചിട്ടപ്പെടുത്തിയ അല്ലെങ്കിൽ ഞാൻ എഴുതിയ വിശുദ്ധ ഗീവർഗീസ് എന്ന പുസ്തകം വായിച്ചു എന്നതിലുള്ള വലിയ സന്തോഷം നിങ്ങളുമായി അറിയിക്കുന്നു. അദ്ദേഹം 13-ാം തീയതി എൻ്റെ പുസ്തകത്തിൻ്റെ 2nd എഡിഷനിലേക്ക് ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിലേക്ക് വരുന്നു. അദ്ദേഹവുമായിട്ട് ഈ പുസ്തകത്തെ സംബന്ധിച്ച്, ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിനെ സംബന്ധിച്ച്, ഈ ബഹുമുഖ പ്രതിഭയായ ഐസക് സാറിൻ്റെ ചെറിയ വിശേഷങ്ങളെ സംബന്ധിച്ച് നമുക്ക് ചോദിച്ചറിയാം. ഐസക് സാറിനെ കുറിച്ച് ധാരാളമാണ് പറയാനുള്ളത്. വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഗ്ലോബൽ ചെയർമാൻ, അക്കാഫ് എന്ന UAE-യിലെ കോളേജ് അലൂമിനിയംസിൻ്റെ വലിയൊരു സംഘടന, അദ്ദേഹത്തിൻ്റെ മുഖ്യ രക്ഷാധികാരിയും സ്ഥാപക അംഗവുമാണ് ഐസക് സാർ. ഈ പുസ്തകത്തിൻ്റെ 2nd എഡിഷനിലേക്ക് അദ്ദേഹം വരുന്നു എന്നുള്ള സന്തോഷം, അതോടൊപ്പം തന്നെ എൻ്റെ പുസ്തകം വായിക്കാൻ അദ്ദേഹം സമയം കണ്ടെത്തി എന്നുള്ള സന്തോഷമാണ് എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. അദ്ദേഹത്തെ നമുക്ക് കുറച്ച് കേൾക്കാം. പുസ്തകത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളും അദ്ദേഹത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളും ഈ മിഡിൽ ഈസ്റ്റിൽ, പ്രത്യേകിച്ച് UAE-യിൽ മലയാളികൾക്ക് ചിരപരിചിതമായ ഐസക് സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സാർ. നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ, സാറ് വിശുദ്ധ ഗീവർഗീസ് എന്ന പുസ്തകം വായിച്ചു എന്നുള്ള സന്തോഷം ഞാൻ അറിയിക്കുന്നു. അതിനു മുമ്പ് സാറിനെ കുറിച്ച് കുറച്ച് കാര്യം ഞാൻ ഇപ്പോൾ ഇൻട്രഡക്ഷനായിട്ട് പറഞ്ഞുവെങ്കിലും വളരെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. സാറ് എത്ര വർഷമാകുന്നു ഈ മാധ്യമരംഗത്ത്? ഞാൻ 45 വർഷമായി. ആദ്യമേ ഗൾഫ് ന്യൂസിലാണ് തുടക്കം, 1980. അപ്പം മാധ്യമരംഗത്തേക്ക് വന്നതല്ല, പോകുന്ന വഴിക്ക് ഇവിടെ തങ്ങിപ്പോയതാണ്. USA-യിലേക്കുള്ള എൻ്റെ യാത്രയായിരുന്നു. സ്റ്റുഡൻറ്റ് വിസയിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ഇവിടെ വെച്ച് വിസ നിഷേധിക്കപ്പെട്ടു, റിജക്റ്റഡ് ആയപ്പോൾ ഇവിടെ ജോലി തേടി നിൽക്കുകയാണ്. ഞാൻ കേരളത്തിലായിരുന്നു. കേരളത്തിലെ സെക്രട്ടേറിയറ്റ് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ആ ജോലിയിൽ എൻ്റെ വീട്ടുകാർക്ക് അതിനകത്ത് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് എന്നെ അവിടുന്ന് മാറ്റാനായിട്ട് ഒരു ഉപരിപഠനത്തിന് വിട്ടതാണ്. പക്ഷെ അങ്ങനെ ഇവിടെ വന്നു. ഇതെല്ലാം ആകസ്മികമായിരുന്നു. ഞാൻ ഒരിക്കലും ഒരു ജേർണലിസ്റ്റ് ആകണമെന്ന് വിചാരിച്ചിരുന്നില്ല. ജേർണലിസം പഠിച്ചിരുന്നു. അത് ഒരു രസത്തിന് വേണ്ടി മാത്രം ജേർണലിസം കോഴ്സ് 1 വർഷത്തെ സെക്രട്ടേറിയറ്റ് ജോലി ഉള്ളപ്പോൾ ചെയ്തതാണ്. ഗവൺമെന്റ് ജോലി ഉണ്ടായിരുന്നു, സെക്രട്ടേറിയറ്റിലുണ്ടായിരുന്നു. അല്ല, അപ്പോൾ ലീവ് കൊടുത്തിരുന്നു. 5 വർഷത്തേക്ക് ലീവ് വന്നു. പിന്നെ അത് 20 വർഷം വരെ തന്നു. അന്ന് EK നായനാറിൻ്റെ മന്ത്രിസഭ 1980 വരുമ്പോൾ ആദ്യമായിട്ട് ചെയ്തൊരു പ്രവൃത്തിയാണ്, പ്രവേശനം പൂർത്തീകരിച്ചില്ലെങ്കിൽ പോലും ആൾക്കാരെ വിദേശത്തേക്ക് അയക്കാനായിട്ടുള്ള എൻകറേജ് അയക്കാനായിട്ടുള്ള വേണ്ട ഒരു നിയമം മാറ്റിയത്. അല്ലെങ്കിൽ പ്രൊഫഷൻ കഴിഞ്ഞിട്ടേ കിട്ടത്തുള്ളൂ. അങ്ങനെയാണ് ആദ്യം എനിക്ക് ഞാൻ 1 ഓഫ് ദി ഫസ്റ്റ് ആപ്ലിക്കൻസ് ആൻഡ് ബെനിഫിഷ്യറീസ് ആ നിയമത്തിൻ്റെ. അങ്ങനെ 20 വർഷം വരെ അവർ നീട്ടി തന്നു. പക്ഷേ പിന്നീട് പുതുക്കിയൊന്നുമില്ല. US-ൽ പോകുന്ന വഴിക്ക് ഇവിടെ സ്ട്രക്കായതാണ്. അപ്പോൾ അവിടെ വെച്ച് റിജക്റ്റഡ് ആയി, ചെന്നൈ വെച്ച്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോഴാണ് പിന്നെ പട വീടിച്ച് പന്തളത്തിൽ നിന്നോടനെ പിന്നെ
എന്താണ് വിളക്കും കൊളുത്തി. അതേപോലെ ഇവിടെ അപ്പോൾ ആ സമയത്താണ് ഇറാൻ ഹോസ്റ്റേജ് ക്രൈസിസ് വരുന്നത്. ഇറാൻ ഹോസ്റ്റേജ് അമേരിക്കൻ ഹോസ്റ്റേഴ്സിനെയൊക്കെ അപ്പോൾ ഇവിടെ വളരെ സ്ട്രിക്റ്റ് ആയി. അപ്പം പിന്നെ അതോടുകൂടി നമ്മുടെ ആ പദ്ധതി അങ്ങ് മുടങ്ങി. പിന്നെ ഇവിടെ വന്ന് വേറെ ജോലിക്ക് തേടി നടന്നുകൊണ്ടാണ് വളരെ ആകസ്മികമായിട്ടാണ് ഗൾഫ് ന്യൂസിൽ കിട്ടിയത്. ഗൾഫ് ന്യൂസിലായിരുന്നു 10 വർഷം അവിടെ ജോലി ചെയ്തു. 10 വർഷം അവിടെ ജോലി. അതിനുശേഷം പിന്നെ കലി ടൈംസിന്റെ അതിനുശേഷം 2 വർഷം ഞാൻ പിന്നെ അബുദാബി എന്നുള്ള ഗവൺമെന്റിന്റെ ഒരു പത്രം ഉണ്ടായിരുന്നു, എമിറേറ്റ് ന്യൂസ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിന്റെ പേര് നാഷണൽ എന്നാണ്. അതിലുണ്ടായിരുന്നു, ബ്യൂറോ ചീഫായിരുന്നു ദുബൈയിലെ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 31 വർഷമായിട്ട് കലി ടൈംസിന്റെ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ മാനേജിംഗ് എഡിറ്ററാണ്. സാർ, നെൽസൺ മണ്ടേല മുതൽ ഇങ്ങനെ ബിൽ ക്ലിന്റൺ, നെൽസൺ മണ്ടേല, നമ്മുടെ രാഷ്ട്രപതിമാർ, പ്രധാനമന്ത്രി, ഇവരെയൊക്കെ ഇന്റർവ്യൂ ചെയ്ത് കലി ടൈംസിന്റെ ഭാഗമായിട്ട് തന്നെയായിരുന്നു. കുറച്ചുപേരെ ഞാൻ ഗൾഫ് ന്യൂസിലുള്ളപ്പോൾ തന്നെ, ഇപ്പം ഉദാഹരണത്തിന് മമ്മൂട്ടി, യേശുദാസ്, മമ്മൂട്ടിക്ക് മെഗാസ്റ്റാർ എന്നുള്ള ഒരു ആദ്യപ്പടി ഇവിടെ വന്നപ്പോൾ ആ സമയം ഞാനാണത് കൊടുത്തത്. എല്ലാവരും അദ്ദേഹം തന്നെ എപ്പോഴും പറയാറുള്ള കാര്യമാണ്. അതൊക്കെ ഗൾഫ് ന്യൂസിലായിരുന്നു. പിന്നെ ഒരുപാട് ഫിലിം സ്റ്റാർസിനെയും യേശുദാസിനെ പോലുള്ള വലിയ ആൾക്കാരെയൊക്കെ ഗൾഫ് ന്യൂസിലുള്ളപ്പോഴാണ് ചെയ്തത്. പിന്നെ ഗൾഫ് ന്യൂസിലുള്ളപ്പോൾ കുറച്ച് ആൾക്കാരെയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ബാക്കി കൂടുതൽ ആൾക്കാരെയും ഞാൻ പിന്നെ അവരുമായിട്ടുള്ള അഭിമുഖമൊക്കെ കലി ടൈംസിന്റെ പേരിലായിരുന്നു ചെയ്തത്. ഇപ്പോൾ കൈരളി ചാനലിന്റെ അവാർഡ് നിർണയ കമ്മിറ്റിയിലെ ജൂറി അംഗമാണ് അങ്ങ് പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കുന്നു. ഞാൻ 5-8 വർഷമായിട്ട് ഇപ്പോൾ അതിൻ്റെ ഒരു സ്ഥിരം അംഗമാണ്. ഞാനും നമ്മുടെ അഷ്റഫ് അലി, യൂസഫ് അലിയുടെ ബ്രദറും, പിന്നെ രവി പിള്ളെ, ഞങ്ങൾ 3 പേരുമാണ് സ്ഥിരം ജൂറി അംഗങ്ങൾ. ബിസിനസ് അവാർഡ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അതാണ്. അപ്പോൾ അതാണ് ലോ കേരള സഭ, അതായത് അത് തുടക്കം മുതൽ തന്നെ അതിന്റെ ഭാഗമായിട്ട് തന്നെ സാർ ഉണ്ടായിരുന്നു. 3 ടീമും കഴിഞ്ഞ് ഇനിയിപ്പോൾ എനിക്ക് പറ്റത്തില്ല. നിയമപരമായിട്ടുള്ള കാര്യമാണ്. 2 ടീം 2 വർഷം വെച്ചുള്ള 3 ടീം കഴിഞ്ഞു അതിന്റെ കാര്യം. ഇപ്പോഴെ തന്നെ കഴിഞ്ഞ ഒരു മാസത്തിലുള്ള ജർമ്മനി, ജപ്പാൻ, ഹോങ്കോങ് അവിടെയൊക്കെ യാത്ര കഴിഞ്ഞ് വരുന്നു. ഔദ്യോഗികമായിട്ടുള്ള കാര്യമല്ല. ആ കൂട്ടത്തിൽ വേൾഡ് മലയാളി കൗൺസിലിന്റെ കാര്യത്തിലും ഇപ്പോൾ ഹോങ്കോങ്ങിൽ പോയി ഞങ്ങളൊരു പ്രൊവിൻസ് തുടങ്ങി. ഞാൻ ഹോങ്കോങ്ങിൽ ഔദ്യോഗികമായിട്ട് പോയെങ്കിൽ തന്നെ അവിടെ പോയി ഒരു പ്രൊവിൻസ് തുടങ്ങി. പണ്ടൊരു പ്രൊവിൻസ് ഉണ്ടായിരുന്നു വേൾഡ് മലയാളി കൗൺസിലിൻ്റെ. അത് വളരെ പിന്നെ അത് ഫങ്ഷണൽ അല്ലായിരുന്നു. പോയി ഒന്ന് റിവൈവ് ചെയ്ത് എടുത്തിട്ടുണ്ട്. വേൾഡ് മലയാളി കൗൺസിലിന്റെ ഗ്ലോബൽ ചെയർമാനായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് സാർ. അതിപ്പം 3ാമത്തെ തവണയാണ്. കേരളത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ പ്രത്യേകിച്ച് പ്രളയ സമയത്തും കോവിഡ് സമയത്തും ഒക്കെ ആ ഭയങ്കര സഹായകരമായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേൾഡ് മലയാളി കൗൺസിലും അതേപോലെ അക്കാഫും 2 കൂട്ടരും 2 പേരും 2 സംഘടനയും ഒരുപാട് പിന്നെ ഇവാക്യുവേഷൻ ഫ്ലൈറ്റ്സ് സ്പോൺസർ ചെയ്ത് ഒത്തിരി ആൾക്കാരെ ഫ്രീ ആയിട്ട് നാട്ടിലേക്ക് ആ കോവിഡ് സമയത്ത് ഫ്ലൈറ്റ് അയച്ച് ലേബർ ക്ലാസ് ആൾക്കാർ. അതേപോലെ തന്നെ ഒരുപാട് മെഡിസിൻ സപ്ലൈ ചെയ്ത്, ഓക്സിജൻ സിലിണ്ടറിന് സപ്ലൈ ചെയ്തു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ദൗത്യം, അക്കാഫിൻ്റെ ദൗത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വിസ്തലമായിട്ടുള്ള സേവനങ്ങളാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് കർമ്മനിരതരായിട്ടുള്ള ഒരു വലിയൊരു വോളണ്ടിയർ ഗ്രൂപ്പ് തന്നെ അതിനകത്തുണ്ട്. ഈ രണ്ടിടത്തുണ്ട്. അവരാണ് അതിൻ്റെ ചൈതന്യവും അതിൻ്റെ ചാലകശക്തി. നമ്മളൊക്കെ വെറുതെ ഇവിടെ ഇരിക്കുന്നേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന, അണിയറയിൽ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ മുൻനിരയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് വോളണ്ടിയേഴ്സ്. അതിനകത്ത് ഒരു പ്രളയം ഒരു പാഠം എന്ന പേരിൽ ഒരു നാടകത്തിലും സാർ അത് ചെറിയൊരു അതിനകത്ത് ഗോപി എന്നുകൊണ്ട് ഒരു വലിയൊരു അസോസിയേഷന്റെ ഗ്ലോബൽ പിന്നെ അംബാസഡറായിട്ട് സാർ പ്രവർത്തിക്കുന്നു. ഞാൻ പ്രവർത്തിച്ചിരുന്നു. ഗ്ലോബൽ അംബാസഡറായിട്ടും ഗ്ലോബൽ മീഡിയ കൗൺസിൽ ചെയർമാനുമായിട്ടും പ്രവർത്തിച്ചിരുന്നു. ഗോപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും പിന്നെ സമാനതകളില്ലാത്തൊരു ഗ്ലോബൽ ഓർഗനൈസേഷനാണ്. ഗ്ലോബൽ ഓർഗനൈസേഷൻ ഓഫ് പീപ്പിൾ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. അത് വലിയൊരു പ്രസ്ഥാനമാണ്. അത് തുടങ്ങിയിട്ട് ഒത്തിരി വർഷങ്ങളായി. ആരൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഇതായിട്ട് നിൽക്കുന്നവരൊക്കെ? ഇപ്പോഴതിൻ്റെ അത് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തതോടുകൂടിയാണ് ഞാൻ തൽക്കാലം നടത്തിയത്. അപ്പോൾ അതിൻ്റെ ആദ്യകാല പ്രവർത്തകരിൽ 4 പേര് പിന്നീട് 4 രാജ്യങ്ങളുടെ പ്രൈം മിനിസ്റ്റേഴ്സും പ്രസിഡൻസും ഒക്കെ ആയിട്ടുണ്ട്. ഉദാഹരണത്തിന് ദേവൻ നായർ, സിംഗപ്പൂരിലെ ദേവൻ നായർ അതിൻ്റെ പ്രസിഡന്റായിരുന്നു. അദ്ദേഹം ഗോപിയുടെ അംഗമായിരുന്നു. അതുപോലെ ഹിന്ദുജാസ്, പിന്നെ ലോർഡ് റാണ, അങ്ങനെ ഒരുപാട് ആൾക്കാർ. പിന്നെ മൗറീഷ്യസിലെ പ്രൈം മിനിസ്റ്റർ, അല്ലെങ്കിൽ പിന്നെ ട്രിനിഡാഡിലെ പ്രൈം മിനിസ്റ്റർ, ഇവരൊക്കെ അതിൻ്റെ മെമ്പേഴ്സായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ബഹുമുഖ പ്രതിഭയാണ്. ഞാൻ പ്രസിദ്ധീകരിക്കുന്ന ഒരു പുസ്തകത്തിന് വായിക്കാൻ സമയം കണ്ടെത്തി എന്നുള്ളൊരു സന്തോഷം. ഇത് എല്ലാം ആകസ്മികമായിരുന്നു. പ്രത്യേകിച്ച് ജൂലിയസിന്റെ പേരാണ് എന്നെ ആകർഷിച്ചത്. ജൂലിയസ് പീറ്റർ എന്നുള്ള പേര് വളരെ മലയാളികളുടെ ഇടയിൽ വളരെ അപൂർവമാണ്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പേര്. മാത്രമല്ല നമ്മുടെ ഇഗ്നേഷ്യസ് മോഹൻ അദ്ദേഹം ആണല്ലോ എന്നെ നമ്മളെ പരിചയപ്പെടുത്തി തരികയും ചെയ്തു. മാത്രമല്ല ഇത് എന്നെ സംബന്ധിച്ചോളം ഞാൻ എല്ലാ ദിവസവും
ഗീവർഗീസ് ഉള്ള ഒരു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് അദ്ദേഹത്തെ ഇവിടെ അപേക്ഷിക്കുന്ന ഒരു കാര്യങ്ങളാണ്. വർഷങ്ങളായിട്ട് എൻ്റെ ഒരു പ്രാർത്ഥനാ ചിട്ടയുണ്ട്. അത് ഞാൻ ഓർത്തഡോക്സ് സഭാംഗമാണെങ്കിലും അവരുടെ രീതിയിലുള്ള പ്രാർത്ഥനയല്ല എൻ്റെത്. ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് എൻ്റെ സ്വകാര്യതയിൽ ഉള്ളൊരു സംവേദനം ദൈവമായിട്ടുള്ള ഒരു പ്രാർത്ഥന, കമ്മ്യൂണിയൻ വിത്ത് ഗോഡ് എന്ന് പറയും. ആ സമയത്ത് ഈ പേരുകളൊക്കെ ഇദ്ദേഹത്തെ കുറിച്ചൊക്കെ, പക്ഷെ എന്നെ കൂടുതൽ അതിനകത്ത് ഇതിനോടുള്ള ഇത് എനിക്ക് വളരെ സന്തോഷം തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്കറിയാൻ വയ്യാത്ത അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങളും ഒരു ചരിത്ര രേഖ പോലെ വളരെ വ്യക്തമായ രീതിയിൽ എന്നെപ്പോലെയുള്ള പല ആൾക്കാർക്കും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ജൂലിയസ് അത് വളരെ എനിക്ക് തോന്നുന്നത്, എനിക്ക് ആധികാരികമായിട്ട് ഗീവർഗീസ് സാറെ കുറിച്ചുള്ള ആദ്യത്തെ ഒരു പുസ്തകമാണ് മലയാളത്തിലോ അല്ല ഇന്ത്യയിൽ തന്നെ എഴുതുന്നത് എനിക്ക് തോന്നുന്നത്. അതിനുവേണ്ടി ഒരുപാട് ത്യാഗവും ഒക്കെ കഷ്ടപ്പെടുകയും ഒക്കെ ചെയ്ത് കാണാൻ, കാരണം അതിനെക്കുറിച്ചുള്ള കൂടുതൽ റൈറ്റിങ്സോ ലിറ്ററേച്ചറോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല. ഇതിപ്പോൾ എല്ലാം ഒരു ഹാൻഡ് ബുക്ക് പോലെ നമ്മുടെ ഈ കിട്ടിയേക്കാണ്. അപ്പോൾ അത് വളരെ രസകരമായിരുന്നു തോന്നി. എനിക്കറിയാൻ വയ്യാത്ത പല കാര്യങ്ങളും ആ കാലഘട്ടങ്ങളിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഫോട്ടോ തന്നെ കണ്ടു കഴിഞ്ഞാൽ അത് എത്ര പ്രൗഢഗംഭീരമായിട്ടാണ് കുതിരപ്പുറത്തിരിക്കുന്നത്. റോമ ചക്രവർത്തിയുടെ അദ്ദേഹം അവിടുത്തെ ഒരു കേണൽ എന്ന് പറയാം, അല്ലെങ്കിൽ ട്രിബ്യൂൺ എന്ന് പറയും. ഈ ഒരു മന്ത്രിസഭയിലെ ഒരു അംഗമൊക്കെ ആയിരുന്നു. അല്ലെങ്കിൽ ആ സമയത്തൊക്കെയുള്ള ജൂലിയസ് സീസറിനെ പോലെയൊക്കെയുള്ള ആ പദവിയിലുള്ള ഒരു വ്യക്തിയായിരുന്നു. ജൂലിയസ് സീസർ കേട്ടില്ല. അപ്പോൾ അവിടെ വെച്ച് എന്ത് സൗഭാഗ്യങ്ങളും എല്ലാം വെടിഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാനായിട്ടുള്ള ഒരു നീക്കം നടത്തിയതിനെ ഓപ്പണായിട്ട് എതിർത്ത് സ്വയം രക്തസാക്ഷിത്വം വഹിച്ചൊരു വ്യക്തിയാണ്. അത് മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ പ്രസക്തി ഇതിലുള്ള ക്രിസ്തീയ വിശ്വാസികളിൽ മാത്രമല്ല, അതിന് അപ്പുറമായിട്ട് മതത്തിന് അതീതമായിട്ട് ഒരുപാട് ആൾക്കാരെ അദ്ദേഹത്തെ വിശ്വസിക്കുന്നു. ഇപ്പം നമ്മൾ ഈ ഗണപതി പൂജ എന്നൊക്കെ ഹിന്ദുക്കൾ പറയുന്ന പോലെ എന്തെങ്കിലും തടസ്സങ്ങളോ വിഘ്നങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഗണപതിക്ക് വെക്കാന്ന് പറയും. പക്ഷേ ക്രിസ്തീയ വിശ്വാസത്തിൽ ഈ എന്ത് തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ കാലതാമസമോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാറി കിട്ടുമെന്നുള്ള അതാണ് സാർ. ഇദ്ദേഹം 294 കപ്പദോക്കിയ ബൈബിളിൽ പ്രതിപാദിക്കുന്ന ഒരു നാടാണ്. കപ്പദോക്കിയ ജനിച്ചു, ഇപ്പോഴത്തെ തുർക്കിയുടെ ഭാഗമാണത്. അവിടെ ജനിച്ചു എന്ന് പറയപ്പെടുന്നു. ചരിത്രം കണ്ടെത്താനായിട്ട് ഇംഗ്ലീഷ് ജനതയുടെ, ആംഗലേയ ജനതയുടെ സഭാ ചരിത്രം എന്ന് പറഞ്ഞിട്ട് വെനറബിൾ ബീഡ് ഞാൻ പുസ്തകം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ വിശുദ്ധനെക്കുറിച്ച്, അതിൻ്റെ രക്തസാക്ഷ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എനിക്ക് കിട്ടിയ റെഫറൻസുകളാണ് ഇതൊക്കെ. പിന്നെ ജോർജ് ആന്റൺ കിറാസ് എന്ന് പറഞ്ഞിട്ട് ന്യൂ ജേഴ്സി, അമേരിക്കയിലെ ദ ആക്ട് ഓഫ് സെന്റ് ജോർജ് ആൻഡ് ദ ഹിസ്റ്ററി ഓഫ് ഹിസ് ഫാദർ, ഈ പുസ്തകം അദ്ദേഹത്തെക്കുറിച്ച്, അത് ഗർഷൂണി എന്നൊരു ഭാഷ, വളരെ പഴയൊരു ഭാഷ, അതിലെഴുതപ്പെട്ട ചില രേഖകൾ കണ്ടെത്തിയിട്ടാണ് ജോർജ് ആന്റൺ കിറാസ് ഈ പുസ്തകം എഴുതിയത്. പിന്നെ മലയാളത്തിൽ 50 ജോർജ് കാനട്ട് എന്ന് പറഞ്ഞൊരു വൈദികൻ ഒരു വളരെ ചെറിയൊരു പുസ്തകത്തിൻ്റെ അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഇതിനോട് റെഫറൻസ് ആയിട്ട് വന്നത്. ഞാൻ എനിക്ക് ചോദിക്കാവുന്നത്, ഒരു ചരിത്രപരമായ അടയാളങ്ങൾ കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ളപ്പോഴും ഇദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ അറിയപ്പെടുന്ന പള്ളികളിലും തിരുനാളുകളിലും ധാരാളം ജനത, അത്ഭുതപൂർവമായ ജനത, ഈ ഒരു സംഭവം, ഈ ഒരു ഇതിനകത്ത് സാറ് അതിൻ്റെ ഒരു വിശ്വാസപരമായി എങ്ങനെ കാണുന്നത്? ഇപ്പം ഞാൻ ഓർത്തഡോക്സ് സഭാ അംഗമാണ്. ഞങ്ങളുടെ ഓർത്തഡോക്സ് സഭയിലെ ഒരു പുണ്യവാളനാണ് അദ്ദേഹം. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പേരിലാണല്ലോ ഒരുപാട് പള്ളികളുണ്ട് ഓർത്തഡോക്സ് സഭയിലുണ്ട്. പിന്നെ എനിക്ക് അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു മരിച്ചുപോയ നമ്മുടെ മുത്തൂറ്റ് ജോർജ് അച്ചായനെ വിളിക്കുന്നത്. അച്ചായൻ ഒരു ദിവസം എൻ്റെ പറഞ്ഞു, പുള്ളിയുടെ ഒരു 4000 പേരും വരുന്ന അല്ലെങ്കിൽ 5000 പേരും വരുന്ന മുത്തൂറ്റ് ബ്രാഞ്ചസ് ഉണ്ട്. അവിടെയെല്ലാം ഒരു സുപ്രഭാതത്തിൽ പുള്ളിക്ക് ഒരു അരുളപ്പാടുണ്ടായി. എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ തടസ്സങ്ങളൊക്കെ എന്നുള്ള സമയത്ത് ആരോ സ്വപ്നത്തിൽ പുള്ളിയുടെ പറഞ്ഞ പോലെ പറയുന്നത്, ഈ ഫോട്ടോ അവിടെ എല്ലാം വെക്കാൻ പറഞ്ഞു. പിറ്റേ ദിവസം പുള്ളി ഓർഡർ കൊടുത്തു. ഗീവർഗീസ് സാദയുടെ ഫോട്ടോ അവിടെ വെച്ച് അപ്പോൾ മനോഹരമായിട്ട് എല്ലാ ബ്രാഞ്ചിലും അത് വെച്ചിട്ടുണ്ട്. പുള്ളിയുടെ വീട്ടിലും വെച്ചിട്ടുണ്ട്. പുള്ളി എപ്പോഴും ഞാൻ പല പ്രാവശ്യം അവിടെ സന്ദർശിച്ചിട്ടുള്ള ഡൽഹിയിലുള്ള വീട്ടിൽ. അപ്പോൾ അന്ന് മുതലാണ് എനിക്ക് ഇതിനോടുള്ള ഒരു പ്രത്യേക ഒരു വിശ്വാസം വന്നു. അദ്ദേഹമാണ് എന്നെ ഈ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ പുള്ളിയുടെ ഒരു വാക്കാണ് ഉപകരിച്ചത്. ഞാൻ നോക്കിയപ്പോൾ സാറേ, യൂറോപ്യൻ രാജ്യങ്ങൾ, UK-ലും മാൾട്ട, ബെൽജിയം, ജോർജിയ എന്ന് പറയുന്ന നമ്മുടെ ഇതിൻ്റെ റഷ്യയുടെ ഭാഗം ജോർജിയ, അവിടെയൊക്കെ വിശുദ്ധൻ്റെ സാന്നിധ്യം ധാരാളം അടയാളപ്പെടും. അത് കഴിഞ്ഞ് നമുക്ക് ഇന്ത്യയിൽ വരുമ്പോൾ കേരളത്തിലാണ് ഇപ്പം പുതുപ്പള്ളി, ചന്ദനപ്പള്ളി, പിന്നെ എടത്വ,
ഇപ്പം ഞങ്ങളുടെ നാട് പുതിയതുറ എന്നാ പറയാ, കൊച്ചിടത്ത് വന്നും ഇടത്തുക, ഇടപ്പള്ളി, ഇവിടെയൊക്കെ ധാരാളം ജനതയാണ് അതിനകത്ത് വരുന്നത്. ഞാൻ പറഞ്ഞൊരു വിശ്വാസ സങ്കല്പങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രസക്തി ഇത്ര അധികം പ്രാധാന്യത്തോടെ വരുന്നത് ഈ അത്ഭുതങ്ങൾ കണ്ടിട്ടാകണം എന്നാകാം. നമ്മുടെ പരുമലപ്പള്ളിയിലെ ഞങ്ങളുടെ പരുമല തിരുമേനി ഈ പേരാണ് സ്വീകരിച്ചിരിക്കുന്നത്, മനസ്സിലായി. പരുമലയിലെ തിരുമേനിയുടെ സഭയുടെ പേരാണ്. അവിടെയും അദ്ദേഹത്തിന് എവിടെ എല്ലാ ഓർത്തഡോക്സ് സഭയിലെ എല്ലാ പള്ളികളിലും അദ്ദേഹത്തിൻ്റെ ഒരു നിറഞ്ഞ സാന്നിധ്യം ആ പുള്ളിയുടെ ചിത്രത്തിൽ കൂടി നമുക്ക് കാണാൻ കഴിയും. ആൾക്കാർ വളരെയേറെ കൂടുതൽ വിശ്വാസികൾ ആ അദ്ദേഹത്തിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിൽ കൂടി അവരുടെ ദുഃഖങ്ങൾക്ക് പരിഹാരങ്ങളും അവരുടെ ജീവിതത്തിലെ തടസ്സങ്ങൾക്ക് പരിഹാരങ്ങളൊക്കെ നേടിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു കാര്യം കൂടെ സാർ, ഈ വിശുദ്ധനിലേക്ക് ഇത്ര പേർ അടുക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ചരിത്രമായ ചില അടയാളങ്ങൾ കിട്ടാത്തത് കൊണ്ട് ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നില്ല എന്നുള്ള ചില ഇതൊക്കെ വരുന്നു. ഈ പുസ്തകത്തിൽ നിന്നും ഒരു കണ്ടെത്താൻ, അതായത് ചരിത്രം കണ്ടെത്താനുള്ള ശ്രമം നടത്തിയായിട്ട് സാറിന്റെ വായനാനുഭവത്തിൽ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പം റോമ ചക്രവർത്തിയായിരുന്ന ഡയക്ലീഷ്യസ് അദ്ദേഹം ജീവിച്ചിരുന്നുള്ള തെളിവുകളുണ്ട്. അതേപോലെ തന്നെ അന്ന് നമ്മൾ ജൂലിയസ് മുതൽ അങ്ങോട്ടുള്ള സീസറിന്റെ കാലഘട്ടങ്ങളിലുള്ള കഥകളല്ല ചരിത്രം രേഖപ്പെടുത്തിയാണ്. അപ്പൊ അവിടെ വെച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് വളരെ ഈ നമ്മൾ നോക്കുന്ന ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ സത്യസന്ധമായിട്ട് നോക്കുന്നുണ്ട്. ഒരു ലോജിക് കാണും, ഒരു ലോജിക് ചരിത്രപരമായിട്ടുള്ള അതിനുള്ള അസ്വാഭാവികമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇതെല്ലാം ആ രീതിയിൽ വിവരിച്ചിട്ടുമുണ്ട്, അല്ലെങ്കിൽ ആ വിശ്വാസം അങ്ങനെയാണ്. പ്രത്യേകിച്ച് ജൂലിയസ് പീറ്ററിന്റെ ഈ പുസ്തകത്തിൽ കൂടി കൂടുതൽ ഉൾക്കാഴ്ച ആ കാലഘട്ടത്തിലേക്ക്, മൂന്നാമത്തെ നൂറ്റാണ്ടാണ്. ആ മൂന്നാമത്തെ നൂറ്റാണ്ടിൽ എന്നാലും നമുക്ക് ഒരുപാട് ഉണ്ട്, ചരിത്രരേഖകളുണ്ട്, ഇപ്പോഴും ഉണ്ട് കേട്ടോ. അത് വളരെ, അത് മാത്രമേ ഉള്ളൂ റിലയബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും, അല്ല വേറെ ഒന്നുമില്ല. വേറെ ആ ആധികാരികമായിട്ട് വേറെ ഒന്നും എഴുതപ്പെട്ടില്ല. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് എഴുതിയൊരു പുസ്തകമാണ് ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ അതിന്റെ റീലോഞ്ചിങ് ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ സാറ് ഈ മലയാളികൾക്കിടയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ അമേരിക്കയിലേക്ക് പോകുന്നത് ഒരു ചെറിയൊരു തടസ്സം ഇവിടുത്തെ മലയാളികൾക്ക് ഒരു അനുഗ്രഹമായെന്ന് നമുക്ക് പറയാം. കാരണം ഇത്രയും വലിയ പ്രതിഭ എന്താ പറയുക ഈ രംഗങ്ങളിലൊക്കെ ശോഭിക്കുന്നു, അവർക്ക് എല്ലാം സഹായകരമാകുന്നു. ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ എങ്ങനെ മലയാളികൾക്ക്, മലയാളി വായനക്കാർക്ക്, എഴുത്തുകാർക്ക്, പ്രസാധകർക്ക് ഒരു ഗുണകരമായി മാറുന്നു എന്നാണ് സാറിൻ്റെ ഒരു വിലയിരുത്തൽ? ഞാനിപ്പോൾ അവിടെ നിന്ന് വരികയാണ്, ഒരു പുസ്തകത്തിൻ്റെ റിലീസ് ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു ഭാഗം മൊത്തം മലയാളി മയമാണ്. അപ്പോൾ എല്ലാ ആസ്പയറിംഗ് ആയിട്ടുള്ള ചെറിയ ആൾക്കാർ മുതൽ, അതുകൊണ്ടല്ലോ സ്റ്റുഡൻസ് മുതൽ പ്രായമായിട്ടുള്ള ആൾക്കാർ, അവരുടെ ഇവൻ ആ പിള്ളേരുടെ ഗ്രാൻഡ് ഫാദേഴ്സ് അല്ലെങ്കിൽ ഗ്രാൻഡ് മദർ ഒക്കെ ഉണ്ട്. അവരെല്ലാം പുസ്തകങ്ങളുമായിട്ടാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ പലരും എന്നോട് തന്നെ ചോദിച്ചു, ഇത്രയും നാളായിട്ട് സാർ എന്താ ഒരു ബുക്ക് എഴുതാത്തതെന്ന് ചോദിച്ചു. നമ്മൾ ഇതിന് വേണ്ടെന്നില്ല, ബുക്ക് എഴുതണമെങ്കിൽ അതിനു വേണ്ടിയുള്ളൊരു പാഷൻ വേണം. അതൊരു ഉൾവിളിയാണ്. രണ്ടാമത് അതിന് വേണ്ട കഠിന അധ്വാനം വേണം. മൂന്നാമത് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കഠിനാധ്വാനത്തിന് അലസത വീഴണം. പ്രോക്രാസ്റ്റിനേഷൻ പാടില്ല. നാളെ. എന്നൊക്കെ പലരും ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇത്രയും ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, പക്ഷേ ഇത് എഴുതാൻ വേണ്ടിയുള്ള ഒരു മാനസികമായിട്ടുള്ള ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് എല്ലാ വർഷവും വിചാരിക്കും അടുത്ത വർഷം എൻ്റെ ബുക്കുകൾ കാണും. എനിക്കത് കുറച്ചുകൂടി ഈസിയാണ്. കാരണം ഞാൻ എൻ്റെ എഴുതിയ ലേഖനങ്ങൾ എല്ലാം നോക്കുകയാണെങ്കിൽ വളരെ ഗഹനമായിട്ടുള്ള ലേഖനങ്ങളെല്ലാം ഓൺലൈനിൽ കിട്ടും. അത് കുറച്ചുകൂടെ കോണ്ടെക്സ്ചറൈസ് ചെയ്ത് എനിക്ക് വേണമെങ്കിൽ ഒരു 10-100 ബുക്കുകൾ ഇറക്കാനുള്ള സംഗതി എൻ്റെ ഇരിപ്പുണ്ട്. ഇനി ഒന്നും ചെയ്യേണ്ട, സമാഹരിച്ച് അതിന് കോണ്ടെക്സ്ചറൈസ് ചെയ്യണം. ഓരോ കാലഘട്ടങ്ങളിൽ എന്തുകൊണ്ടാണ് ഇതിൻ്റെ പ്രസക്തി, എന്താണ് ഇവിടുത്തെ യുഎയുടെ ചരിത്രം തന്നെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ വഴിത്തിരിവുകളും മൈൽ സ്റ്റോണുകളും അതിൻ്റെ പിന്നെ അതിനകത്തുള്ള അടങ്ങിയിരിക്കുന്ന വേറെ പല സട്ടിലായിട്ടുള്ള വേറെ പല കാര്യങ്ങളുണ്ട്, ന്യൂവൻസസ്. അതിന് പല ഒരു പത്രപ്രവർത്തനം എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയതുപോലെ വേറെ പുറത്തു നിന്ന് നോക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല. ഞങ്ങളുടെ പത്രപ്രവർത്തകർക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ അതിൻ്റെ പഠിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇതുവരെ എഴുതാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പോലുള്ള എഴുത്തുകാരുടെ സാഹസികതയെ ഞാൻ മാനിക്കുന്നത്. സാഹസികത മാത്രമല്ല, കഠിനാധ്വാനത്തെയും നിങ്ങളുടെ പിന്നെ ഇതിനോടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അത് ആ കമ്മിറ്റ്മെൻറ്റിനെയൊക്കെ എനിക്കിപ്പം അത്ഭുതത്തോടെ കാണാനൊക്കത്തുള്ളൂ. കാരണം ഞാനിപ്പോഴും തയ്യാറായിട്ടില്ല അങ്ങനെ ഒരു ബുക്ക്. അല്ല, അത് സാറ് പറഞ്ഞ സത്യമാണ്. ഈ ഒരു പുസ്തകത്തിന് വേണ്ടി അത്യാവശ്യം കുറേയേറെ വർഷങ്ങൾ ഞാൻ ചിലവഴിച്ചു. അപ്പോൾ അതിലൂടെ കണ്ടെത്താനായിട്ടൊക്കെ പലതൊക്കെ. അപ്പോൾ ഈ ഒരു കഠിനാധ്വാനത്ത് വേണം. എൻ്റെ അഭിപ്രായത്തിൽ ജൂലിയസ് പീറ്റർ ഇനിയും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതേപോലുള്ള ബുക്കുകൾ ഇനിയും ബാക്കി ഒരുപാട് കാര്യങ്ങൾ ഇതൊരു പ്രചോദനമായിട്ട് മാറിയിട്ട് തുടക്കമായിക്കിട്ട് ഇതേപോലെയുള്ള നമ്മുടെ ഇപ്പം ക്രിസ്തീയ
പിന്നെ ചരിത്രകാരന്മാർ ഒരുപാട് പേരുണ്ടായിട്ടുണ്ട്. പക്ഷേ ആരും ചെയ്യാത്ത ഒരു കാര്യമാണ് ഇത് ചെയ്തത്. അതേപോലെ തന്നെ വേറെ ഇതേപോലെയുണ്ട്. അതിനപ്പുറമായിട്ട് ചിന്തിച്ച് വേറെ ഉള്ള ആൾക്കാർക്ക് ഇതുവരെ പിന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത പല വലിയ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരുടെ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച് ഇപ്പം വീണ്ടും എഴുതാനുള്ള ഒരു 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 എന്താണ് ഉൾവിളി ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കാരണം അത് ഉണ്ടാകണം. ഇത് തന്നെ നിർത്താൻ പാടില്ല. അപ്പം ക്രിസ്തീയ സമൂഹത്തിൽ മാത്രം ഒതുങ്ങാണത്, ആ വിശ്വാസത്തിൽ മാത്രം ഒതുങ്ങുന്നത്. വേറെ പല കാര്യങ്ങളുണ്ടല്ലോ, വേറെ പല മനുഷ്യന്മാരും ഉണ്ടായിട്ടുണ്ട്. അതെ, തീർച്ചയായും. ഞാനത് ഇതൊരു ക്രിസ്തീയ കൺസെപ്റ്റ്, ഒരു ക്രിസ്തു ശിഷ്യന്റെ ചരിത്രം കണ്ടെത്തി എഴുതി എന്നുള്ളതിനപ്പുറം ഒരു ക്രിസ്തീയ വിശ്വാസത്തിനപ്പുറത്ത് ഈ പുസ്തകത്തിന് പ്രസക്തി ഉണ്ടെന്ന് സാറിന് തോന്നുന്നുണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതിന് കാലങ്ങൾക്കും മതങ്ങൾക്കും വിശ്വാസങ്ങൾക്കും അതീതമായിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് അന്യമതസ്ഥരും ഇതിൽ വിശ്വസിക്കുന്നുണ്ട്. അവരും അവിടെ പോയി പിന്നെ കുരിശു വരയ്ക്കുകയോ അല്ലെങ്കിൽ അവിടെ പോയി കാണിക്കുകയോ ചെയ്യാറുണ്ട്. നമ്മൾ കാണുന്ന കാഴ്ചയാണ് അവിടെ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെക്കുറിച്ച്, ചരിത്ര പുരുഷനെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ, അതിന് ഞാൻ പറഞ്ഞില്ലേ, ക്രിസ്തീയ അതിന് അതീതമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഓർത്തഡോക്സ് സഭ മാത്രമല്ല, ഞങ്ങൾ സിറിയൻ ഓർത്തഡോക്സിലാണ് ഞാൻ ഈ യൂറോപ്പിലുള്ള പല പള്ളികളിലും ഇദ്ദേഹത്തിൻ്റെ നിറഞ്ഞ സാന്നിധ്യമുണ്ട്. അത് ഉണ്ടല്ലോ, ആത്മീയ സാന്നിധ്യമുണ്ട്. പിന്നെ സഭയുടെ രക്തസാക്ഷികളുടെ മഹാരക്തസാക്ഷിയായിട്ടാണ് സാധിക്കുന്നത്. അദ്ദേഹം കൃഷിവലൻ എന്ന അർത്ഥമുള്ള ഗഗിയൂൺ എന്നാണ് അദ്ദേഹത്തിന്റെ പേരായിട്ട് ഞാൻ കാണുന്നത്. അത് ഈ കൃഷിക്കാരുമായിട്ടുള്ള ഒരു ബന്ധം, സാധാരണ ആൾക്കാരുമായിട്ടുള്ള ബന്ധം, അങ്ങനെയൊക്കെയുള്ള ഒരു ഇതാണ്. പിന്നെ മഹാരക്തസാക്ഷി 34 വയസ്സ് വരെ ജീവിച്ചിരുന്നു. അത്രയധികം പീഡകൾ അദ്ദേഹം സഹിച്ചത് സ്വയം ഏറ്റുവാങ്ങി. കാരണം അന്ന് വേണമെങ്കിൽ പിന്നെ ഇദ്ദേഹം നമ്മുടെ ചക്രവർത്തി ഇത് വിളംബരം ചെയ്തല്ലോ, ക്രിസ്ത്യാനികളെ എല്ലാം ഉന്മൂലന നാശം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആ ക്യാബിനറ്റ് എല്ലാവരും കൈയടിച്ച് പാസ്സാക്കി. അതെ, എല്ലാവരും ചക്രവർത്തിക്ക് എതിർവായില്ലായിരുന്നു. ആ സമയത്ത് എഴുന്നേറ്റ് അതിനെ എതിർത്തതും കാര്യകാരണ സഹിതം അതിനെ എതിർത്തു. അപ്പൊ അത് എഴുത്തത്തെ ഓരോ വാക്കുകളും പുള്ളിയുടെ മരണത്തിന്റെ മണിമുഴക്കമായിരുന്നു. അത് സ്വയം അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ്. അങ്ങനെയാണ് അത് ശിരച്ഛേദനം ചെയ്തതാണ്. അത് സ്വയം വരിച്ചതാണ്. അങ്ങനെയുള്ള രക്തസാക്ഷികളുടെ മുൻപന്തിയിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. കേരളത്തിൽ ഒരുപാട് പള്ളികളും ജനങ്ങളും എന്നെ സംബന്ധിച്ചോളം അത് വ്യക്തിപരമായിട്ടുള്ള സന്തോഷമാണ്. കാരണം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ കുറച്ച് കാര്യങ്ങൾ. ഞാൻ ശ്രമിച്ചിരുന്നില്ല. ഇതിപ്പോ ഒരു പുസ്തകം കൈ കെട്ടി ഹാൻഡ് ബുക്ക് പോലെയാണ്. തീർച്ചയായിട്ടും. പ്രിയപ്പെട്ടവര്, സാറിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോ ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ എന്നൊരു പുസ്തകത്തിന്റെ പ്രകാശനം കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ്. കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഹോങ്കോങ്ങിൽ നിന്നും വന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ ജോലിയുടെ ഭാഗമായിട്ട് തന്നെ ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ പോകുന്നു. കൈരളിയുടെ ഇതൊക്കെ വന്നുകൊണ്ട് തന്നെ കൈരളി 25ാമത്തെ വാർഷികം ആഘോഷപ്പോൾ അദ്ദേഹത്തിന് എത്തപ്പെടാൻ കഴിയില്ല, അവർ നിർബന്ധിച്ച് വിളിച്ചിട്ടും. അങ്ങനെ അത്ര ഒരു ബഹുമ പ്രതിഭയാണ്. നമുക്ക് ഇത്രയും സമയം പുസ്തകത്തെക്കുറിച്ച് സംസാരിച്ച് സാറെ കുറച്ച് പേഴ്സണൽ കാര്യം കൂടെ, കേരള ചരിത്രത്തിൽ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് സാറിൻ്റെ പട്ടാണിപ്പറമ്പ് തറവാട്, അതിന് ഒരു ബന്ധമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് തോപ്പിൽ ഫാസി അവരുടെയൊക്കെ ഉള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കുടുംബത്ത് ഈ ഒരുപാട് അന്നൊരു എൻ്റെ ഫാദറിൻ്റെ ജ്യേഷ്ഠനോ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിലുള്ള ആൾക്കാർ ഞങ്ങളൊരു കുടുംബം പോലെയായിരുന്നു ആ താമസം. അവർക്ക് പ്രത്യേകിച്ചുള്ള ഒരു പിന്നെ വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് ഉണ്ടായിട്ടില്ല. അവരുടെ സൗഹൃദങ്ങളിൽ കൂടുതൽ ആൾക്കാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരായിരുന്നു. ഇപ്പം ആദ്യത്തെ സ്പീക്കറായിരുന്നു തമ്പി സാറ്, അല്ലെങ്കിൽ തോപ്പിൽ വാസി, കാമ്പശ്ശേരിക്കാരനായിരുന്നു, അങ്ങനെയുള്ള എം ഗോവിന്ദനായർ, പിന്നെ ടി വി തോമസ്. ഞങ്ങൾക്കൊരു പ്രിന്റിംഗ് പ്രസ് ഉണ്ടായിരുന്നു. അവിടെയാണ് ഇവരുടെ എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മൊത്തം അഭിവ്യക്ത പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് CPM വരുന്നതിന് മുമ്പുള്ള ഒറ്റ പാർട്ടിയുടെ അതിന്റെ എല്ലാ ലേഖനങ്ങളും എല്ലാം അവിടെ. പിന്നെ KPSCയുടെ എല്ലാ നോട്ടീസുകളും പോസ്റ്ററും നമ്മുടെ പട്ടാണിപ്പറമ്പിൽ പ്രിന്റിംഗ്. അന്നത്തെ കാലത്ത് ഒളിവ് ജീവിതം നയിച്ച നേതാക്കളൊക്കെ വീട്ടിലേക്ക് താമസിച്ചിട്ടുണ്ട്. തട്ടുപുറത്ത് കുറച്ചുപേരൊക്കെ താമസിച്ചിട്ടുള്ളതാണ്. ഉണ്ട്. വയലാർ രാമവർമ്മയുടെ നല്ല ബന്ധമുണ്ട്, വളരെ ബന്ധമുണ്ട്. അദ്ദേഹം മരിക്കുന്നതിന് 3 മാസം മുമ്പും വീട്ടിൽ വന്നു. ഞാനും ഉണ്ടായിരുന്ന സമയത്ത്, ഞാൻ MA പഠിക്കുന്ന സമയത്തായിരുന്നു. അദ്ദേഹത്തെ സൽക്കരിക്കാനൊക്കെ പല പ്രാവശ്യം സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കവിതകൾ ചില എഴുതി ചുട്ടിക്കുറി കളയുന്നുണ്ട്. ഞാൻ എടുത്ത് നോക്കുന്ന ചില വരികളൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. അതൊക്കെ അതുകൂടാതെ അദ്ദേഹം ഇംഗ്ലീഷിലൊരു പ്രസംഗം എഴുതി ഗുജറാൾ വന്നപ്പോൾ. ഗുജറാളായിരുന്നു അടിയന്തരാവസ്ഥ സമയത്തുള്ള ഇൻഫർമേഷൻ മിനിസ്റ്റർ ആയിരുന്നു. പിന്നെ അടിയന്തരാവസ്ഥ സമയത്ത്, ആ സമയത്ത് KPSCയുടെ സിൽവർ ജൂബിലിക്ക് വേണ്ടി അവിടെ വന്നപ്പോൾ ഇദ്ദേഹമായിരുന്നു സ്വാഗതം ചെയ്തത്. സ്വാഗത പ്രസംഗം ഇംഗ്ലീഷിലാണ്. അപ്പോൾ എന്നെ വായിച്ച് കേൾപ്പിച്ചു.
പ്രകാശം തന്നെ വിളിക്കുന്നു. പ്രകാശം ഇത് എങ്ങനെയുണ്ട് വായിച്ചു? ഞാൻ വായിച്ചു അടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷൊക്കെ പുള്ളി എഴുതി. അതാരെങ്കിലും പുള്ളിയെ സഹായിച്ചായിരിക്കും. അത് നല്ല രീതിയിൽ പുള്ളി അത് സാഹിത്യം കലർന്ന ഒരു ഇതായിരുന്നു. അപ്പൊ അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഒത്തിരി കാര്യങ്ങൾ അവരെല്ലാം അങ്ങനെ ഒരുപാട് കാര്യം. സന്തോഷം സാറേ. കുടുംബത്തെ കുറിച്ച് ചെറിയ വാക്ക്. വൈഫ് ഉണ്ട്, എസ്തർ എന്നാ പേര്. പ്രഭാ എന്നും വിളിക്കും. മോന് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. ഇപ്പോൾ ഒരു കമ്പനിയുടെ CFO ആണ്, ഓസ്ട്രേലിയയിലാണ്. മോള് പിന്നെ ഇവിടെ ഒരു US PR കമ്പനിയുണ്ട്, എഡൽമെൻ എന്ന് പറയും, അതിന്റെ ഹെഡാണ്. 4 കുട്ടികളുണ്ട്. 4 നമുക്ക് ഗ്രാൻഡ് ചിൽഡ്രൻ. മോക്ക് 2 പേരും മോന് 2 പേരും. വളരെ സന്തോഷമായിട്ട് അവരൊക്കെ കഴിയുന്നു. ഇപ്പൊ ഞാനും വൈഫ് മാത്രമേ ഉള്ളൂ. എല്ലാ ആശംസകളും ഭാവങ്ങളും നേരുന്നു. അടുത്ത പുസ്തകം അടുത്ത വർഷം ഞാൻ ഇതിനൊക്കെ തന്നെ കുറേയേറെ വർഷം എടുത്തു. വെറുതെ ഒരു പുസ്തകം എഴുതുകയല്ല സാർ. ഒരു തുടക്കക്കാരനായ എൻ്റെ ഒരു പുസ്തകം സാറിനെ പോലെ ആൾക്കാർ വായിച്ചു ഇത്ര ഒരു അഭിപ്രായം പറയണമെങ്കിൽ ഞാൻ അതിന്റെ വെറുതെ ഒരു പുസ്തകം എഴുതാൻ അധ്വാനിച്ചിട്ട്. എന്നാലും പ്രിയപ്പെട്ട ഈ തിരക്കുകൾക്കിടയിലാണ് സാറ് വന്നത്. അദ്ദേഹത്തിന്റെ ബഹുമുഖ പ്രതിഭ ഈ പുസ്തകം വായിക്കാൻ എടുത്തു. അതിന് നല്ലൊരു അഭിപ്രായം പറഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും ആശംസയും അറിയിക്കുന്നു. താങ്ക് യു.